അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ ഞങ്ങളൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ അല്ല, ഒരു യാത്ര. നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കഥക് പൂട്ടിയിട്ട് പൂട്ടി എന്ന് ഉറപ്പിച്ചിറങ്ങുന്ന ദിവസം. കാര്യം എന്ന് പൂട്ടിയാലും ഞാൻ തിരിച്ചു പോയി നോക്കും കഥക് പൂട്ടിയോ എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലോടൊക്കെ കയറുന്നത്, വെറുതെ ഒരു ഷോ. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ വണ്ടി ഓടിക്കാൻ പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഓടിക്കുമായിരുന്നു അച്ഛൻ്റെ കൂടെ ഇരുന്ന്. പിന്നെ പിച്ചെന്നുള്ളത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാനത് നിർത്തിയ ആ പരിപാടി. എല്ലാവർക്കും ഇതൊരു അനുഭവമായിരിക്കും കേട്ടോ. അവൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് വണ്ടി ഡ്രൈവിംഗ് പഠിക്കാമെന്ന് വിചാരിക്കേ വേണ്ട, നുള്ളും പിച്ചും ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഗേറ്റ് അടയ്ക്കുന്ന ജോലി ടാനിയുടെയാണ് കേട്ടോ. അത് മെയിനായിട്ട് അവൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾ തന്നെ പോയി ഗേറ്റും ഗ്രില്ലും ഒക്കെ അങ്ങ് അടച്ചോളും. ഇറ്റൂസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ആൻഡ്രൂസ് ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവനൊരു സന്തോഷമാണ് കേട്ടോ. വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കുന്നത്, അമ്മ എന്താ ഈ പറയുന്നതെന്നാണ് കൊച്ചു നോക്കുന്നത്. ഞാൻ പറഞ്ഞൊരു ഹായ് പറയാം, അപ്പോഴത്തേക്ക് ചിരിച്ച് കാണിക്കുന്നുണ്ട്. ടാനിയെ പിന്നെ എന്തോ വെളിയിലൊക്കെ കാഴ്ച കാണുന്ന രീതിയിൽ ഇരിക്കുക കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം തട്ടി പറിച്ചുകൊണ്ട് പോവാം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നോക്കി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ക്രിസ്മസിന് പോലും എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. കാര്യം യാത്രയിലായിരുന്നു. ടാനിയുടെ വേൾഡ് റെക്കോർഡിൻ്റെയൊക്കെ ഒരു യാത്രയായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു യാത്രയാണ്, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഇത് പോകുന്നത്. ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അപ്പം അതെന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ചില വീഡിയോസിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇനിയുള്ള വീഡിയോസിൽ കേട്ടോ. അപ്പം മമ്മി കൊച്ചിനെ കണ്ടിട്ട് വരുമോ എന്ന് നോക്കാനുള്ള പരീക്ഷണത്തിലാണ്. അവൻ ചാടി അങ്ങ് പോകും കേട്ടോ. അവൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും കയ്യിൽ പോകും. പിന്നെ വണ്ടിയൊക്കെ ഞങ്ങൾ കയറ്റിയിട്ടു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയമായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക. ടാനി എന്തായി കാണിക്കുന്നത് എനിക്കറിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ എന്നുള്ളൊരു വീക്ക്നെസ് ആണ് കേട്ടോ. മമ്മിയുടെ ഫുഡ് നമ്മളല്ലേ എന്നും തന്നെ വെച്ച് കഴിക്കുന്നതിന് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് ചോറ് കഴിക്കുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അവനവൻ്റെ വീട്ടിൽ പോയി ചോറ് കഴിക്കുന്ന ടേസ്റ്റ് മിസ് ചെയ്യുന്നു. എന്തൊക്കെയാണ് കാണേണ്ടത് ഇന്നത്തെ കറി? ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് മമ്മി ഉണ്ടാക്കിയത്. പിന്നെ മോരുണ്ടായിരുന്നു, മൊത്തത്തിൽ പായസം പോലെ. കുറച്ച് ചോറ് എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് ഡയറ്റിങ്ങിലാണ്. പിന്നെ ഇങ്ങനെ ബീട്രൂട്ട് തോരന്, മീൻകറി, അവിയൽ, പിന്നെ മോര്, പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത്ര എടുത്തുള്ള നാരങ്ങ വേണോ? നാരങ്ങ അങ്ങനെ മമ്മി വരും. മമ്മിയോടെ കാണിക്കും. ടേസ്റ്റി ഫുഡ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലും ഡയറ്റിംഗ് ഒക്കെ മറന്നു. തോനെ കറികൾ വെച്ചിട്ടുണ്ട്. മമ്മിക്ക് എന്തോ തന്നാലും മതിയാവത്തില്ല. ഇനി എന്തെല്ലാം എന്നെ തിരിപ്പുള്ളത് എല്ലാം ഇപ്പോൾ കൊണ്ടുവന്ന് പറയും. ഡയറ്റിംഗ് അങ്ങനെ കറികൾ വെച്ചിട്ടുണ്ടല്ലേ, ചോറ് കഴിക്കാത്തതും തോനെ കറി. എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാത്ത, അവരെല്ലാം കഴിച്ചിട്ടില്ല. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലെ കാണുമെങ്കിൽ ഫോളോ